അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തിരുന്നു. കാഫിലയിൽ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് സന്തോഷം പറഞ്ഞു. ഹസൻ ഉസ്താദിൻ്റെ പുതിയൊരു ശൈലി, പ്രസംഗം മാത്രം ഉസ്താദിൻ്റെ എല്ലാവരും കേട്ടിട്ടുള്ളൂ, എന്നാൽ അതിൽ വ്യത്യസ്തമായി ഉസ്താദിൻ്റെ വളരെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ്സിലൂടെ വളരെ ആളുകൾ നമ്മുടെ സന്തോഷം പറഞ്ഞു. അതിൽ സംഘടനപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിച്ച്, പഴയ സുഹൃത്തുക്കൾ ഈ സന്തോഷം പറഞ്ഞ് നമ്മളെ വിളിച്ചിരുന്നു. ഏതായാലും ഇന്ന് നമ്മൾ പുതിയ വിഷയങ്ങളുമായിട്ട് ഇന്ന് ഒരു ശൈഖുനായുടെ അനുഭവങ്ങളും അതിൻ്റെ പുതിയ ചർച്ചകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എടുത്തിരിക്കുന്ന ഉസ്താദെ, മഹാനായ ഖുത്ബുൽ ആലം CM വലിയുള്ളാഹി എടുത്ത് ശൈഖുനായുടെ ചരിത്രം നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകൾ ശൈഖുനായെടുത്ത് സഹായം ചോദിച്ചേ വന്നിട്ടുള്ളൂ. എല്ലാവർക്കും ശൈഖുനായിൽ നിന്ന് പല രീതിയിൽ സഹായം ദുനിയാവുമായിട്ടും ആഖിറവുമായിട്ടും ഒക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ശൈഖുനായെടുത്ത് വന്ന് ആയിരക്കണക്കിന് ആളുകൾ സഹായം ചോദിക്കുകയാണ്, ഇസ്തിഹാസ നടത്തുകയാണ്. അത് ശരിക്കും ഇസ്ലാമിലെ വഹാബികൾ അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ശരിക്കും ഇസ്ലാമിൻ്റെ വിധി എന്താണ്? ഇസ്തിഹാസ നടത്തുന്നതിൽ ഒരുപാട് ആളുകൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു വിഷയമാണ്. അതിലെന്താണ് ഉസ്താദേ ഇമാമിങ്ങളുടെ വാക്കുകളും അതുപോലെ ഹദീസും ആയത്തും ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അൽഹംദുലില്ലാ, ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുമായി അനുഭവമുള്ള പല ആളുകളും നമ്മളെ മടവൂർ ഖാഫിലയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, അതിലധികവും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവരാരെ സമീപിക്കുന്നു? മഹാനരായ ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ഷെയ്ഖുനയെ സമീപിക്കുന്നു. അത് വഫാത്തിന് മുമ്പും ശേഷമൊക്കെ അത് തുടരുകയാണ്. ഹയാത്ത് കാലത്തുണ്ടായി, അങ്ങനെ തന്നെ അത് വഫാത്തിന് ശേഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഷെയ്ഖുനയും അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭരായ മശായിഖന്മാരും അമ്പിയാക്കന്മാരും പ്രത്യേകിച്ച് മുത്തു റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം? എന്തുകൊണ്ടാണ് അവരോട് ഇസ്തിഗാസ ചെയ്യപ്പെടുന്നത്? അങ്ങനെ ഇസ്തിഗാസ ചെയ്യപ്പെടുമ്പോൾ അവർ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ദീനിൻ്റെ കാഴ്ചപ്പാട്, പരിശുദ്ധ ശരീഅത്ത് ഇതിനെ എങ്ങനെ കാണുന്നു എന്നതാണല്ലോ ഇന്നത്തെ നമ്മളെ വിഷയം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹായം എന്നതിൻ്റെ അടിസ്ഥാനം അത് അല്ലാഹുവാണ്. വമൻ നസുറു ഇല്ലാ മിൻ ഇൻദില്ലാ. അള്ളാഹുവിൽ നിന്നല്ലാതെ സഹായം ഇല്ല. ഏത് സഹായവും അള്ളാഹുവിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു കാര്യം സഹായിക്കുമ്പോൾ ആ സഹായം അല്ലാഹ് നടപ്പിലാക്കുന്നത് പലരിലൂടെയുമാവും. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തആല അവൻ്റെ അംബിയ ഉലിയാക്കന്മാരെ പറഞ്ഞയക്കുന്നത് തന്നെ അവൻ്റെ ഖലീഫയായിട്ടാണ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പോയിൻ്റ്. ഇന്നാ ജഅൽനാക ഫിൽ അർദി ഖലീഫ എന്നാണ്. അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിച്ച് അല്ലാഹ് പറയുന്നതൊക്കെ അതാണ്, ഖലീഫയാക്കി. ഈ ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കുന്നത് അവരിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അവരാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഇവിടെ വരുന്നവർ. അവരിലൂടെയാണ് അല്ലാഹു തആല ഇതൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ഖലീഫയായി അവർ വരുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾ നേരിടുന്ന സമയത്ത് അവരോട് എന്ത് ചെയ്യാണ്? സഹായം തേടുകയാണ്. ആരോടാ സഹായം തേടുന്നത്? പ്രതിനിധിയായി വന്ന ആളോട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വഹാബികളൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു സംഭവം, അള്ളാഹിൻ്റെ ഔലിയാക്കളോട് നമ്മൾ സഹായം തേടുമ്പോൾ അതെന്താ, അള്ളാഹിൻ്റെ എന്തോ ഒരു പ്രതിപക്ഷത്തുള്ള ആളുകളോട് എന്തോ തേടുന്നത് പോലെ ഇത് രണ്ടും രണ്ടാക്കി അവർ ഇതിലെന്തോ ഒരു മറിമായം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരോട് നമ്മൾ തേടുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഖലീഫമാർ എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫമാരായ അവർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ സഹായിക്കും. ഇതാണ് ഇതിൻ്റെ ആകത്തുക.
ഇത് പറയാത്ത ഗ്രന്ഥങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു ഹദീസാണ് അന സയ്യിദു ഉൽദി ആദം. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എല്ലാ മനുഷ്യരുടെയും സയ്യിദാണ്. ഖിയാമത്ത് നാളിൽ എന്നവിടെ പറഞ്ഞു, ഖിയാമത്ത് നാളിലും ഇവിടെയൊക്കെ സയ്യിദാണ്. ഈ സയ്യിദ് എന്നതിൻ്റെ അർത്ഥം ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. സയ്യിദാണ് എന്ന് പറഞ്ഞിടത്ത് ഇമാം അവർകൾ എഴുതുകയാണ് ശറഹു മുസ്ലിം, സയ്യിദിൻ്റെ മഅന പറഞ്ഞിടത്ത് ഹുവല്ലദി യുഫ്സൗ ഇലൈഹി ഫിൻ നവാഇബി വശദായിദ്. അതാ സയ്യിദ് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് ആപൽ ഘട്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവരിലേക്കാണ് അഭയം തേടിപ്പോകുന്നത്. അപ്പോൾ അവരിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓടിപ്പോകുന്ന സ്ഥലം. അങ്ങനെ അവരിലേക്ക് നമ്മൾ ഓടിച്ചെന്നാൽ ഫയഖൂമു ബി അംരിഹിം വയതഹമ്മലു അൻഹും മകാരിഹും വയദ്ഫഉഹ അൻഹും. അവരെ കാര്യങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുക്കുന്നു, അവരെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുന്നു, അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുന്നു. ഇതൊക്കെ അപ്പോൾ ആര് ചെയ്യും? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ സയ്യിദാണ് എന്നതിൻ്റെ അർത്ഥം എന്ന് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവരുടെ വരവ് തന്നെ അങ്ങനെയാണ്, ആളുകൾക്ക് അഭയം തേടിപ്പോകാൻ, ആളുകൾക്ക് സഹായം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മളെ സഹായിക്കുന്നതോ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതെല്ലാ അമ്പിയാക്കളോടും ആ അമ്പിയാക്കളുടെ ജനത സഹായം തേടിയിട്ടുണ്ട് പ്രത്യേക സമയങ്ങളിലൊക്കെയും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമിന് വെള്ളമില്ലാതെയായ സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ വെള്ളം തേടിയ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാർവത്രികമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഏകദേശം 7-ാം നൂറ്റാണ്ടിലാണ് ഇതൊരു തർക്കമായി കൊണ്ടുവരുന്നത്. അക്കാലത്ത് ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി തങ്ങൾ, ഇമാം തഖിയുദ്ദീൻ സുബ്ക്കി തങ്ങൾ ഇസ്തിഗാസ സ്ഥിരപ്പെടുത്താൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമാണിത്. ഷിഫാഉ സഖാം ഫി സിയാറത്തി ഖൈരിൽ അനാം എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതിൽ മഹാനവറുകൾ ഈ കാലത്ത് തർക്കം വന്നപ്പോൾ അതിൻ്റെ കൃത്യമായൊരു വശം പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഇതിൻ്റെ 359-ാമത്തെ പേജിൽ മഹാനരായ ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ മറ്റ് മഹാന്മാരെ മുൻനിർത്തി നമ്മൾ അള്ളാഹിനോട് തേടുക, അതാണ് തവസ്സുൽ. ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ നേർക്കുനേരെ ആരോട് തന്നെ തേടുക, മഹാന്മാരോട് തന്നെ തേടുക. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കറാമത്തും മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് അവരോട് തന്നെ തേടുക. സഹായിക്കുന്നതും അവരാണ്, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി, അത് പറയേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഇമാം സുബ്ക്കി തങ്ങൾ പറയുന്നത് യജൂസു വയഹ്സുനു എന്നാണ്. അനുവദനീയമാണ്, പ്രതിഫലാർഹവുമാണ്. ഹുസ്ന്, നദ്ബ്, സുന്നത്ത് ഇതൊക്കെ മുത്തറാദിഫായ, അതായത് പര്യായ പദങ്ങളാണ്. അതായത് ഇസ്തിഗാസ സുന്നത്താണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് വജവാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ. അത് സുന്നത്താണ്, ഇസ്തിഗാസ പ്രതിഫലാർഹമാണ്, മശായിഖന്മാരോട് സഹായം തേടൽ കൂലി കിട്ടുന്ന പ്രവർത്തനമാണ് എന്നത് ദീനുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാണ്. അൽ മഅറൂഫ മിൻ ഫിഇലിൽ അംബിയാ വൽ മുർസലീൻ. അംബിയാ മുർസലീങ്ങളെ പ്രവർത്തനങ്ങളിൽ നിന്ന് അറിയപ്പെട്ടതുമാണ്. വസിയരി സലഫി സ്വാലിഹീൻ, സലഫുസ്വാലിഹീങ്ങളായ മഹാന്മാരെ ചരിത്രത്തിൽ നിന്നും ഇത് ലഭ്യമാണ്. വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, സാധാരണക്കാരും ആലിമീങ്ങളും ഒക്കെ ചെയ്തു പോരുന്ന പ്രവർത്തനമാണ്. വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ, പരിശുദ്ധ ദീനിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാലത്തും കേട്ടിട്ടുമില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ വരുന്നത് വരെ. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മശായിഖന്മാരുമായി ഒരു ബന്ധവുമില്ലാതെ വെറും കിതാബുമായി ജീവിച്ച ഇബ്നു തൈമിയ, അദ്ദേഹമാണ് ഇതിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നത് ആദ്യമായിട്ട്. ഹത്താ ജാ ഇബ്നു തൈമിയ, ആരും ഇസ്തിഗാസയെ വിമർശിച്ചിട്ടില്ല. ഇബ്നു തൈമിയ വന്നപ്പോഴാണ് ഇങ്ങനൊരു വാദം കൊണ്ടുവന്നത്. അയാൾക്ക് കിട്ടിയ അബദ്ധം എന്താ? ലം യജിദ് ലഹു ഷെയ്ഖൻ യഹ്ദിഹി എന്നാണ്. അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ആത്മീയ ഗുരുവിനെ അദ്ദേഹം എത്തിച്ചില്ല.
ആ എത്തിക്കാതിരുന്നപ്പോൾ അയാൾ സ്വയം ഗവേഷണം ചെയ്ത് നശിച്ചു പോയതാണ്. ആ കൂട്ടത്തിൽ അയാൾ കൊണ്ടുവന്ന വാദമാണ് ഇസ്തിഗാസ വിരോധം. ആ കാലത്ത് തന്നെ ഉള്ള പ്രസിദ്ധ പണ്ഡിതനാണ് ആര്? തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ. അന്ന് തന്നെ ഇബ്നു തൈമിയ്യക്ക് എഴുതിയ മറുപടിയാണ് ഷിഫാ ഉസ് സഖാം ഫി സിയാറത്തി ഖൈരിൽ അനാം എന്ന ഈ കിതാബ്. അപ്പോൾ അന്ന് തന്നെ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഖണ്ഡനം നടത്തിയിട്ടുണ്ട് ഇമാം സുബ്കിയെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്തിഗാസ എന്നത് ഇവിടെ സാർവത്രികമായി നടന്നു വരുന്നൊരു കാര്യമാണ്. കാരണം അവർ അള്ളാഹിൻ്റെ ഖലീഫയാണ് എന്ന് തന്നെ. ഖലീഫയാകുന്ന അവരോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാവും. കാരണം അള്ളാഹ് ആദരിച്ച് പറഞ്ഞയച്ച ഒരാളെ പരിഗണിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ പ്രതിഫലാർഹമായതും അതെല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ടതൊന്നുമില്ല. അമ്പിയാക്കന്മാരെ പ്രവർത്തനങ്ങളിൽ വരെ അതുണ്ട് എന്നുള്ള ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞത്. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വരുന്നാണ് ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഈസാ നബി ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം. മഹാനരായ ഇമാം അബൂ യഅല ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് അവിടുത്തെ മുസ്നദിൽ കൊണ്ടുവരുന്നത് കാണാം. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിത. അല്ലാഹുവിനെ തന്നെ സത്യം, അവസാന കാലമാകുമ്പോൾ ആര് ഇറങ്ങി വരും? ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും, ഇമാമായിട്ട് ഇറങ്ങി വരും. അങ്ങനെ പല പ്രവർത്തനങ്ങളും ചെയ്യും. അതിൻ്റെ അവസാനം കാണാം സുമ്മ ലഇൻ ഖാമ അലാ ഖബരി, ഈസാ നബി അലൈഹിസ്സലാം എൻ്റെ ഖബറിൻ്റെ സമീപത്ത് വന്ന് നിൽക്കും. എന്നിട്ട് ഫഖാല, അവർ വിളിക്കും, യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ്, സ്തുതിക്കപ്പെട്ട റസൂലായ നേതാവ് എന്ന അർത്ഥത്തിൽ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ ഉജീബന്നഹു, ഞാൻ ഖബർ ഷരീഫിൽ നിന്ന് എന്ത് ചെയ്യും? അതിന് മറുപടിയും കൊടുക്കുമെന്നാണ് ആര് പറയുന്നത്? ഹബീബായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നിന്നൊരു കാര്യം വ്യക്തം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇനിയും വരാനുള്ളൊരു സംഭവമാണല്ലോ ഈസാ നബി അലൈഹി സ്വലാം. അപ്പോൾ ഈസാ നബി ഖബർ ഷരീഫ് റൗളയിൽ വന്നിട്ട് തേടുന്നു, ഞാൻ അതിന് മറുപടി കൊടുക്കുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ച്, ഇതിപ്പോൾ അൽബാനിൻ്റെ ഗ്രന്ഥമാണ്. അൽബാനി വഹാബി നേതാവായ അൽബാനിയുടെ അൽ അഹാദീസ് സ്വഹിയാണിത്, സിൽസിലത്തുൽ അഹാദീസ് സ്വഹിയ. ഇതിൽ മൂപ്പര് പറയാണ് ഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, ഇത് ഏറ്റവും നല്ല പരമ്പരയാണ് ഹദീസ്. റിജാലുഹു കുല്ലുഹും സിഖാത്ത്, ഇതിൻ്റെ പരമ്പര മുഴുവനും സ്വീകാര്യയോഗ്യരായ ആളുകളാണ്, ബുഖാരി മുസ്ലിമിൻ്റെ റാവികളാണ്. അപ്പോൾ അതിനൊന്നും തർക്കമല്ല, ഹദീസ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ റൗദ ഷരീഫിൻ്റെ അടുത്ത് വന്ന് ഈസാ നബി തേടുന്നു, മറുപടി കൊടുക്കുന്നു. ഇവർ സാധാരണ ചോദിക്കുന്ന ചോദ്യം തന്നെ ഒരു നബി മറ്റു നബിയോട് തേടിയിട്ടുണ്ടോയെന്നാണ്. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാം വരുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? സഹായം തേടുന്നു. ഈ ഹദീസ് നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ 2 ഇല്ലത്തുണ്ട് എന്നൊക്കെ അന്ന് ചില മൗലവിമാർ ശ്രമിച്ചു നോക്കി, അതൊക്കെ പൊളിഞ്ഞു പോയി, അങ്ങനെ എല്ലാന്ന് വ്യക്തം. പിന്നെ അവർ പലതും പറഞ്ഞു നോക്കി, അത് ഈസാ നബി അല്ലേ? ഈസാ നബിയുടെ തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടത്? നബി തന്നെയല്ലേ ചെയ്ത് കിട്ടേണ്ടത്? ശിർക്കാണെങ്കിൽ അതൊരു നബിയും ചെയ്യൂല. ഇവിടെ ഈസാ നബി എന്തിനാണ് ഈ സഹായം തേടുന്നത് എന്ന് തന്നെ ആര് പറയുന്നുണ്ട്? ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ അൽ ഹാബീലിൽ ഫത്താവയാണിത്. ഇതിൻ്റെ 162-ാമത്തെ പേജ് നമ്മൾ മറിച്ചാൽ അതിൽ കാണാം ഈ ഹദീസിൽ പറഞ്ഞ വിളി എന്തിനാണ്? യാ മുഹമ്മദ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞല്ലോ, ആ വിളി എന്തിനാ? അതിന് മുമ്പ് പറയുന്നുണ്ട്, പിന്നെ ഇദാ നസല ഈസാ അലൈഹിസ്സലാം യജ്തമിഉ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർദ്, ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ബർസഖിലുള്ള മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരുമിച്ച് കൂടും. എന്നിട്ട് റസൂലിൽ നിന്ന് നേരെ എല്ലാ ഇൽമുകളും ചോദിച്ച് മനസ്സിലാക്കും. അതിനാണ് ഈ ഹദീസിൽ പറഞ്ഞ വിളി എന്നാണ് അതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഈ ഹദീസാണ്. ലയൻസിലന്ന ഈസ ഇബ്നു മറിയം സുമ്മ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗജീബന്നഹു. അപ്പോൾ ഈസാ നബി ഇൽമിൻ്റെ സഹായമാണ് തേടുന്നത്, ഏറ്റവും വലിയ സഹായമാണ്. 1-2 ഇൽമ് കിട്ടിയാൽ പോരാ, ഈസാ നബിക്ക് മുഴുവൻ കിട്ടണം. അതാരാ കൊടുക്കുന്നത്? മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തം. ഈസാ നബി വരെ ഇവിടെ വന്നിട്ട് ഇതാണ് തേടുന്നത്. ഷിർക്കിൻ്റെ ഒരു രൂപം പോലും അതിലുണ്ടെങ്കിൽ ഒരു ചെയ്യൂല. കാരണം മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അള്ളാഹു പറഞ്ഞ എന്താ? ലൈൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക എന്നാണ്. ഷിർക്ക് ചെയ്ത അങ്ങയുടെ അമലും ദൈവം പൊളിഞ്ഞു പോകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് ചെയ്തിട്ടല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ട് അതിൻ്റെ ഗൗരവം മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടെങ്കിൽ പോലും അമ്പിയാക്കന്മാർ ചെയ്യൂല.
ഇത് ഈസാ നബി വന്നിട്ട് സഹായം തേടുന്നു, സഹായിക്കുന്നു, സഹായം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞു വെക്കുന്നു. കൃത്യമാണത്, ഇനി ഒന്നും അവിടെ പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈസാ നബി ചെയ്യാണ്, അമ്പിയാക്കന്മാർ ചെയ്യാണ്, എല്ലാവരും ചെയ്യാണ്. ഇനി അത് നമ്മൾ മഹാനരായ ഷെയ്ഖുൽ മശായിഖ് തങ്ങളുടെ റൗള അവിടുത്തെ റൗളയിലും അതേപോലെ അവിടുത്തെ ഹയാത്ത് കാലത്തൊക്കെ ആളുകൾ വന്ന് തേടുന്ന സംഭവങ്ങളുടെ മാനദണ്ഡങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എല്ലാ ഇമാമിങ്ങളും ഇത് ചെയ്തവരാകും. ഹാഫിദു ദഹബി ഇപ്പോൾ ഈ ഇബ്നു തൈമിയാണ് ഈ പ്രശ്നം ഇവിടെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞല്ലോ. ആ ഇബ്നു തൈമിയുടെ ശിഷ്യനാണ് ഹാഫിദു ദഹബി. ഹാഫിദു ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ചരിത്ര ഗ്രന്ഥമാണ്. അതിൽ 3 ഇമാമിങ്ങളെ ചരിത്രം പറയുന്നുണ്ട്. ഇബ്നുൽ മുഖ്രി തങ്ങളും തൊബറാനി ഇമാമും അബുശൈഖ് തങ്ങളും 3 മുഹദ്ദിസീങ്ങളാണ് ഇസ്ലാം അംഗീകരിച്ച ആളുകൾ. 3 ആളും കൂടി റൗളയിൽ പോയ സംഭവം, 3 ആളും കൂടി റൗളയിലെത്തുകയാണ്. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, തിന്നാനൊന്നും കിട്ടൂല, ഭക്ഷിക്കാനില്ലാഞ്ഞിട്ട് പോലും എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ്. ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നിടത്തെത്തി. അപ്പോൾ പറയാണ് ഇബ്നുൽ മുഖ്രി തങ്ങൾ, ഞങ്ങൾ 3 ആളും കൂടി എത്തിയിട്ട് ഞങ്ങൾ നേരെ റൗളയിലേക്ക് പോയി. ഹദർത്തുൽ ഖബറിലെത്തി ഇബ്നുൽ മുഖ്രി തങ്ങൾ പറയാം. എന്നിട്ട് അവർ വിളിച്ചു പറയാണ്, യാ റസൂലല്ലാഹ് അൽ ജൂ വശക്കുന്നു നബിയെ, ഞങ്ങൾക്ക് പരിഹാരം നേരെ സഹായം തേടുകയാണല്ലോ. യാ റസൂലല്ലാഹ് അൽ ജൂ എന്ന് ഹബീബായ തങ്ങളോടാണ് തേടുന്നത്, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓലിങ്ങനെ അവിടെ ഇരുന്ന് ഒരല്പസമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഉണ്ട് ആ മദീനത്തുകാരനായ 2 ആളുകൾ, പിന്നെ മദീനത്തുകാരായ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദ് വരികയാണ്. കൂടെ 2 മക്കളും ഉണ്ട്, 2 ആളുടെ കയ്യിലും 2 സഞ്ചിയും ഉണ്ട്. അവർ പറയുകയാണെന്ത്, ശഖൗതുമൂനി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുഹു ഫിന്നൗം ഫഅമറനി ബിഹംലി ഷൈഇൻ ഇലൈക്കും. നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഭക്ഷണം തേടിയിരുന്നോ? ഞങ്ങളോട് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു എന്ത്, ഭക്ഷണം കൊടുക്കാൻ. സ്വപ്നത്തിൽ വന്നാൽ പിന്നെ അത് ആരെന്നെയാണ്, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഒരു അനുസരിച്ച് ഭക്ഷണമായിട്ട് വന്നു എന്നാണ് ഈ സംഭവം. ഹാഫിദ് ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ടോ, ഇതിപ്പോൾ മുഹദ്ദിസീങ്ങൾ ഇമാം തൊബ്രാനിക്കാര, അബുശൈഖ് തങ്ങൾ, ഇബ്നുൽ മുഖ്രി ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകളല്ലേ, വലിയ മഹാന്മാർ. എത്ര അങ്ങനെ പറഞ്ഞാൽ ഇത് തീരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, അവരുടെ ജീവിതം തന്നെ നമ്മൾ എടുത്തു നോക്കുക. ഇസ്തിഗാസ അല്ലാത്ത എന്താ ഉള്ളത്? അലിയാർ പറയുന്നുണ്ട്, ബദറിൻ്റെ അന്ന് ഞങ്ങളുടെ അവസ്ഥ എന്താ, റഅയ്തുന യൗമ ബദരിൻ വനഹ്നു നലൂദു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ബദറിൻ്റെ ദിവസം ഞങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ റസൂലിലേക്ക് അഭയം തേടി കൂടെ നിൽക്കായിരുന്നു. അപ്പം അന്ന് വരെ വല്ല അഭയം ആരോടാണ്, മുത്തു റസൂലിനോടാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പറയും, കാരണം റസൂലിൻ്റെ അള്ളാഹിൻ്റെ അടുക്ക് വേറെ ഒരാളില്ലല്ലോ, നേരെ അള്ളാഹിനോടല്ലേ പറയേണ്ടത്. പിന്നെ അത് പഠിപ്പിച്ച് തരാൻ വേണ്ടി എന്നോട് തേടിക്കോളൂ എന്ന് പറയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ പിന്നെ സ്വർഗം തേടിയ സംഭവം, റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗല്ലേ ചോദിച്ചത്, ഒട്ടകം വേണമെന്ന് പറഞ്ഞ ആ അഅ്റാബിയെ തിരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദ് അബീ അലയിലെ ഹദീസാണ്. ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അഅ്റാബിയാണ്, എപ്പോഴും വന്ന് പരിചയമല്ല, മുമ്പ് ഒട്ടകം വേണമെന്നാണ് പറഞ്ഞത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകമൊന്നുമല്ല എന്നോട് ചോദിക്കേണ്ടി, ഞാനൊരവസരം തന്നാൽ സ്വർഗമാണ് ചോദിക്കേണ്ടത്. അതാണ് മൂസാ നബിയോട് ആ ഉമ്മാമ ചോദിച്ചത്. ആ ചോദ്യമല്ല എന്നോട് ചോദിക്കേണ്ടി എന്നാണ് ആര് പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പാടില്ലാത്തൊരു സംഭവമില്ല. ഹയാത്തിന് അവർക്ക് ഹയാത്തല്ലേ ഉള്ളൂ, എപ്പോഴും അവർക്ക് നശിക്ക് പോകുന്നുള്ള സംഭവമല്ലല്ലോ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിസീങ്ങളാണ് ഔസുൽ ആളം റളിയല്ലാഹു അൻഹു, മടവൂർ ശൈഖുൻ, അവരൊക്കെ. അപ്പോൾ റസൂലുള്ളാഹിയിൽ നിന്നുള്ള ആ ഫൈല് മദദ് അവരിലൂടെ അങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഔസുൽ ആളമിൻ്റെ മാലയിലൊക്കെ ഖാദിയാർ എഴുതി വെച്ചത്, വല്ല നില ഇന്നും എന്നെ വിളിഫോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നവർ. അതേ സംഭവമാണ് ഇവിടെ കാണുന്നത് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു വസ്സലാം. അതാണ് നമ്മൾ അവിടുത്തെ മൗലിദിലൊക്കെ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നു, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പറയുന്നു. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അവിടെ എന്ത് ചെയ്യാണ്, പരിഹാരമാണ്. കാരണം അവർ ആ പറഞ്ഞ മുത്തു റസൂലിൻ്റെ അനന്തരക്കാരാണ്. അവിടെ ഹയാത്തിലും വഫാത്തിന് ശേഷവും എല്ലാ സമയത്തും അവർക്ക് സഹായിക്കാൻ കഴിയും, ഇടപെടാൻ കഴിയും. കാരണം നിയന്ത്രണങ്ങൾ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്തിഗാസ സാർവത്രികമായി നടന്നു പോരുന്നത്. അതിനെതിരായി വന്നത് വഹാബികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ദലീലുമില്ല, ഒന്നുമില്ല. പിന്നെ അവർ ചെയ്തതെന്താ, മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങിയ ചില ആയത്തുകളെ മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കിട്ടി എന്നതല്ലാതെ പ്രാമാണികമായി അവരുടെ കയ്യിലൊന്നുമില്ല. അതിൻ്റെ തെളിവാണ് നമ്മൾ ഈ ഉദ്ധരിച്ച ഹദീസിൻ്റെ ഒരു മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട്
അത് മുഅ്മിനീങ്ങൾ ഏത് കാലത്തും കൂടെ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് നമുക്ക് ഇനിയും തുടരേണ്ടതാണ്, തുടരണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വഴി. പ്രത്യേകിച്ച് ഈ സമയത്ത് സുന്നികളിൽ പെട്ടു എന്ന് പറയുന്നവർ തന്നെ ചിലർ ഇസ്തിഗാസയെ നിരുത്സാഹപ്പെടുത്താനും അത് അദബുകേടാണെന്ന് പറയാനും അതേപോലെ തന്നെ തവസ്സുലാണ് എന്നതിലേക്ക് മാറ്റി നേർക്കുനേരുള്ള സഹായത്തെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന ഈ സമയത്ത് പല തെറ്റിദ്ധാരണയും കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ഗൗരവത്തോടെ നമ്മൾ ഇസ്തിഗാസയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. എന്നാലേ അള്ളാഹിൻ്റെ അടുക്കൽ വരെ നമുക്ക് കബൂലുണ്ടാവും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു.